എന്താണ് സാമൂഹിക മനഃശാസ്ത്രം? സാമൂഹിക മനഃശാസ്ത്രം എന്നത് ഒരു വ്യക്തിയുടെ ചിന്തകളും വികാരങ്ങളും പെരുമാറ്റവും സാമൂഹിക ചുറ്റുപാടുകളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പഠിക്കുന്ന ഒരു മനഃശാസ്ത്ര ശാഖയാണ്. ഇത് ആളുകൾ പരസ്പരം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ അനുസരിച്ചാണ് നിലകൊള്ളുന്നത്. കൂട്ടായ്മകളിൽ ആളുകൾ എങ്ങനെ പെരുമാറുന്നു, സാമൂഹിക സമ്മർദ്ദങ്ങൾ അവരുടെ തീരുമാനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നിവയെക്കുറിച്ചും സാമൂഹിക മനഃശാസ്ത്രം പഠിപ്പിക്കുന്നു. കൂട്ടായ്മകളിൽ ആളുകൾ എങ്ങനെ പെരുമാറുന്നു എന്നും സാമൂഹിക സമ്മർദ്ദങ്ങളിൽ അവരുടെ തീരുമാനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നും ഈ സാമൂഹിക മനഃശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നു. സാമൂഹിക മനഃശാസ്ത്രം പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വിഷയങ്ങളാണ്: 1. മനസ്സും പെരുമാറ്റവും. ഒരു വ്യക്തിയുടെ ചിന്തകളും വികാരങ്ങളും എങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളെ സ്വാധീനിക്കുന്നു എന്ന് പഠിപ്പിക്കുന്നു. ഒരു വ്യക്തിയുടെ ചിന്തകളും വികാരങ്ങളും എങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളെ സ്വാധീനിക്കുന്നു എന്ന് പഠിപ്പിക്കുന്നു. 2. സാമൂഹിക സ്വാധീനം. മറ്റാളുകളുടെ സാന്നിധ്യം ഒരു വ്യക്തിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് വിശദീകരിക്കുന്നു. 3. കൂട്ടായ്മയും പ്രതികരണങ്ങളും. ഗ്രൂപ്പുകളിൽ ആളുകൾ എങ്ങനെ പെരുമാറുന്നു, അഭിപ്രായങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു, സംഘർഷങ്ങൾ എങ്ങനെ ഉടലെടുക്കുന്നു എന്നതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നു. അടുത്തതാണ് മനോഭാവങ്ങൾ. ആളുകൾക്കുണ്ടാകുന്ന ഇഷ്ടാനിഷ്ടങ്ങളും മുൻവിധികളും എങ്ങനെ രൂപപ്പെടുന്നു എന്നും അത് അവരുടെ പ്രവൃത്തികളെ എങ്ങനെ ബാധിക്കുന്നു എന്നും പരിശോധിക്കുന്നു. അടുത്തത് സാമൂഹിക പ്രശ്നങ്ങളുടെ പരിഹാരം. സാമൂഹികപരമായ പ്രശ്നങ്ങൾ, ഉദാഹരണത്തിന് വിവേചനം, സാമൂഹിക അസ്വസ്ഥതകൾ എന്നിവയെക്കുറിച്ച് പഠിപ്പിക്കുകയും പരിഹാരം കണ്ടെത്താൻ സഹായിക്കുകയും ചെയ്യുന്നു.